വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകുമ്പോഴാണ് ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 18 വയസ്സിൽ നാടുവിട്ടുപോയ ഖദീജയുടെ മകൻ സുബൈർ. അവൻ പോയത് തനിച്ചായിരുന്നെങ്കിലും തിരിച്ചു വന്നപ്പോൾ അവന്റെ കൂടെ ഭാര്യയും 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് നൂറ ഉണർന്നത്. ഖദീജ ഡോർ തുറക്കാനായി വാതിലിന് അരികിലേക്ക് പോയി. ഡോർ തുറന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന സുബൈറിനെ ഖദീജ ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ ആ വൃദ്ധയ്ക്ക് സാധിച്ചില്ല. അവർ മുഖം ചുളിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. താൻ 10 മാസം വയറ്റിൽ ചുമന്ന് നടന്ന് ഏറെ വേദനകൾ സഹിച്ച് ജന്മം നൽകിയ മോനാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് പതിയെ അവരുടെ മനസ്സ് അവരെ ഓർമ്മപ്പെടുത്താൻ തുടങ്ങി. അവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 1-2 മീശ മാത്രം മുളച്ചു വന്നിരുന്ന മുഖത്ത് നിറയെ താടി മീശയും നിറഞ്ഞിരിക്കുന്നു. കഴുത്തുവരെ നീളമുള്ള മുടി പുറകിലേക്ക് വാർന്നു വെച്ചിട്ടുണ്ട്. കുട്ടിത്തം തുളുമ്പുന്ന മുഖം, ഒരു പുരുഷന്റെ എല്ലാ ഗൗരവവും മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. ഉമ്മ. അവൻ വിളിച്ചതും ഖദീജ പൊട്ടി കരഞ്ഞുകൊണ്ട് അവനെ ഇറുകെ പുണർന്നു. എങ്ങനെയാടാ ഇത്രയും കാലം നിനക്ക് ഉമ്മാനെ കാണാതിരിക്കാൻ പറ്റിയത്? എനിക്ക് പൊരുത്തപ്പെട്ട് തരുമ്മ. ഉപ്പാനോടുള്ള വാശിക്ക് പൈസ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് എനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കാനോ നിങ്ങളോടുള്ള ബാധ്യതകളെ കുറിച്ച് ഓർക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. ഉപ്പ എവിടെ? ആ കാലിൽ വീണും മാപ്പ് ചോദിക്കണം എനിക്ക്. അവൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉപ്പ മരിച്ചിട്ട് മയ്യത്ത് മുഖം പോലും കാണാൻ വരാത്ത നീ എന്തിനാടാ ഇപ്പൊ ഉപ്പയെ അന്വേഷിക്കുന്നത്? ഉപ്പ മരിച്ചെന്നോ? ഞാൻ അറിഞ്ഞില്ല. കോലായിലുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ സുബൈർ പറഞ്ഞു. നിന്നെ അറിയിക്കാൻ ഒരുപാട് നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. നിന്നെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ല. ആ പാവം മരണക്കിടക്കയിൽ കിടക്കുമ്പോ നിന്നെ അവസാനമായി ഒന്ന് കാണാൻ ഒരുപാട് കൊതിച്ചതാ. ഉപ്പ കാരണമാണല്ലോ നിന്നെ നഷ്ടമായത് എന്ന കുറ്റബോധത്തിൽ നീറിയ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നീ ചെയ്ത തെറ്റിന് സ്വന്തം ഉപ്പയല്ല എന്ന അധികാരത്തിൽ അദ്ദേഹം ഒന്ന് ശകാരിച്ചതിന് നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമെന്ന് ആ പാവം വിചാരിച്ചു കാണില്ല. സുബൈർ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. കുറെ പരാതികളും പരിഭവങ്ങളും ഉമ്മയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. ഇതാരൊക്കെയാ? അവന്റെ കൂടെ വന്ന സ്ത്രീയെയും 2 പെൺകുട്ടികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖദീജ ചോദിച്ചു. എന്റെ ഭാര്യയും മക്കളുമാണുമ്മ. ഭാര്യയോ? ഓ, കല്യാണം കഴിക്കാനും കുടുംബം തുടങ്ങാനും ഒന്നിനും നിനക്ക് ഞങ്ങളുടെ ആവശ്യം ഉണ്ടായില്ലല്ലോ അല്ലെ? എല്ലാം ഞങ്ങൾ കുറെ ആഗ്രഹിച്ചിരുന്നതാ ഉമ്മ. ഞാൻ ഖദീജ അങ്ങനെ അവനോട് പറഞ്ഞെങ്കിലും അവരോട് അതിന്റെ ഒരു മുഷിപ്പും കാണിക്കാതെ പുഞ്ചിരിയോടെ മക്കളുടെ കവിളിൽ തലോടി അവർക്കരികിലിരുന്നു. എന്താ മക്കളുടെ പേര്? എന്റെ പേര് ഷാഹിന. ഞാൻ സജിന. ഷാഹിനക്ക് നൂറയുടെ പ്രായമായിരുന്നു. 8 വയസ്സ്. സജിനക്ക് 6 വയസ്സും. അവരുടെ സംസാരം പൂർണ്ണമായും മലയാള ഭാഷ ആയിരുന്നില്ല. ഇവരേത് നാട്ടിലുള്ളതാടാ? ഞാൻ എവിടുന്ന് നേരെ പോയി എത്തിപ്പെട്ടത് ബാംഗ്ലൂരിലാണുമ്മ. അവിടെയായിരുന്നു പിന്നീടുള്ള എന്റെ ജീവിതം. അവിടുന്ന് പരിചയപ്പെട്ടതാ ഇവളുടെ പേര് മുംതാസ്. എന്തായാലും മക്കളകത്തേക്ക് വാ. ഇതാരാ ഉമ്മ? ഉറക്കച്ചടവോടെ റൂമിന്റെ വാതിലിനരികിൽ നിൽക്കുന്ന നൂറയെ കണ്ടപ്പോ സുബൈർ ചോദിച്ചു. സൗദയുടെ മകളാണ് നൂറ. അല്ലാ, അത് പറഞ്ഞപ്പോഴാ. സൗദയും നസിയും ഫാത്തിമയും ഒക്കെ, അവരുടെയൊക്കെ വിശേഷങ്ങൾ എന്താ? എന്നോടൊപ്പം ഈ വീടിന് ചുറ്റും ഓടി നടന്ന അവരെ എനിക്ക് ഓർമ്മയുള്ളൂ. ഓ ഭാഗ്യം, നിനക്ക് അവരുടെ പേരുകൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? നസിക്കും ഫാത്തിമക്കും കുഴപ്പമൊന്നുമില്ല. അവരെയൊക്കെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചയച്ചു. അവർ 2 പേരും സുഖമായിട്ട് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നു. പക്ഷേ സൗദ, അവളുടെ കാര്യം കഷ്ടമാണ്. ബഷീർ, അവളുടെ ആദ്യ ഭർത്താവ്, അവൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചു. ശാരീരികമായും മാനസികമായും കുറേയേറെ ക്രൂരതകൾ ചെയ്തു. കുറെ അവൾ ക്ഷമിച്ചു. സഹനത്തിന്റെ അങ്ങേയറ്റം എത്തിയപ്പോ അവസാനം ഇവിടേക്ക് ഇറങ്ങിപ്പോന്നു. കുറച്ചുകാലം അവളും മോളും ഇവിടെ തന്നെയായിരുന്നു. പിന്നെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കുത്തുവാക്കുകൾ സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ അവൾക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചു. പടച്ചോന്റെ കൃപ കൊണ്ട് അത് നല്ലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടി. ഇപ്പൊ അവനോടൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ്. എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അനുവാദം അവന് കൊടുത്തിട്ടില്ല. ആ ഒരു സങ്കടം മാത്രമേ ഇപ്പൊ അവളുടെ ജീവിതത്തിലുള്ളൂ. ഓ, അപ്പൊ മോൾ എവിടെയായിരിക്കുമല്ലേ നിൽക്കുന്നത്? ആ, അവളുണ്ടായതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോയപ്പോ എനിക്കൊരു കൂട്ടായി. മോളെ, നിന്റെ അമ്മാവനാണ് കേട്ടോ, സുബൈർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
എന്താ നിന്റെ തീരുമാനം? കുറച്ചു ദിവസം നിൽക്കുമോ ഇവിടെ? കുറച്ചു ദിവസമല്ല ഉമ്മ, ഞങ്ങൾ ഇനി ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാനുമാണ് വന്നത്. ഇനിയുള്ള കാലം എനിക്ക് എന്റെ ഉമ്മാന്റെ കൂടെ ജീവിക്കണം. കഷ്ടപ്പാട് നിറഞ്ഞ ഓരോ ദിനങ്ങളിലും തന്റെ മകന്റെ സാന്നിധ്യം കൊതിച്ചിരുന്ന ഖദീജയ്ക്ക് ഇപ്പോഴത്തെ അവന്റെ വാക്കുകൾ അത്രയ്ക്ക് സന്തോഷം നൽകിയില്ല. എങ്കിലും മരണത്തിനു മുമ്പ് തന്റെ മകനെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന നിർവൃതി അവരുടെ ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നാലും ആ വീട്ടിൽ ആകെയുണ്ടായിരുന്ന മുറി ഖദീജ അവർക്ക് താമസിക്കാനായി ഒരുക്കിക്കൊടുത്തു. ഖദീജയും നൂറയും അടുക്കളയിലെ ഒരു ചെറിയ സ്റ്റോർ റൂമിലേക്ക് മാറി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഉമ്മ പോയിക്കൊണ്ടിരുന്ന ജോലിക്ക് ഇനി പോവണ്ട എന്നും കുടുംബം ഞാൻ നോക്കിക്കൊള്ളാമെന്നും സുബൈർ ഖദീജയോട് പറഞ്ഞു. അതോടെ അവർ പോയിക്കൊണ്ടിരുന്ന ജോലിയെല്ലാം അവസാനിപ്പിച്ചു. തന്റെ മകൻ വന്നതോടെ തന്റെ കഷ്ടപ്പാടുകളെല്ലാം അവസാനിച്ചു എന്ന് അവർ വിശ്വസിച്ചു. ആദ്യമെല്ലാം മുംതാസ് നൂറയോട് വളരെ സ്നേഹത്തിൽ തന്നെയാണ് ഇടപഴകിക്കൊണ്ടിരുന്നത്. തന്റെ സ്വന്തം മക്കളെ പോലെ തന്നെ അവൾ നൂറയെയും നോക്കിയിരുന്നു. പക്ഷേ പതിയെ പതിയെ അതിന് മാറ്റം വരാൻ തുടങ്ങി. അവൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം അവർ കുറ്റം കണ്ടുപിടിച്ചു. വീട്ടിലെ ജോലികളെല്ലാം ഖദീജ കാണാതെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഏറെ പണിയെടുത്ത ശരീരമായതുകൊണ്ട് ഖദീജ അവരുടെ ശരീരത്തിലെ പല രോഗങ്ങളും ബാധിച്ചിരുന്നു. എല്ലാം കൊണ്ടും ശരീരം തളർന്നുപോയ അവസ്ഥയായിരുന്നു ആ വൃദ്ധയ്ക്ക്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും കിടത്തം തന്നെയായിരിക്കും. നൂറയാണെങ്കിൽ അവർ പറയുന്നതെല്ലാം അനുസരിക്കുകയല്ലാതെ അവർ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഉമ്മാമയോട് യാതൊരു പരാതിയും പറയുകയില്ല. അവളെ ദ്രോഹിക്കാൻ അത് അവർക്ക് കൂടുതൽ പ്രചോദനം നൽകി. നൂറ സെജ്നിയെയും ഷാഹിനെയും തന്റെ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചു. പക്ഷേ അവർ തിരിച്ചിങ്ങോട്ട് അങ്ങനെയായിരുന്നില്ല. അങ്ങനെ ആവരുത് എന്ന് മുംതാസ് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഒരാൾ പറഞ്ഞു കൊടുത്താലല്ലാതെ പിഞ്ചു മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും ഉടലെടുക്കില്ലല്ലോ. നൂറ, നീ ആരോട് ചോദിച്ചിട്ടാ പാല് കുടിച്ചത്? ടേബിളിന്റെ മുകളിൽ മൂടി വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ച നൂറയോട് മുംതാസ് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ എനിക്ക് വിശന്നപ്പോ സജിനക്കും ഷാനിക്കും ഉള്ളത് ഞാൻ അതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. നൂറ വാടിയ മുഖത്തോടെ പറഞ്ഞു. നീ കുടിച്ചതിന്റെ ബാക്കി കൊടുക്കാനുള്ളവരാണോ അവര്? എനിക്ക് വിശന്നപ്പോ അറിയാതെ കുടിച്ചു പോയതാ, ഇനി ചെയ്യില്ല. എന്താ ഇവിടെ ബഹളം? ഖദീജ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അത് പിന്നെ ഉമ്മ, ഞാൻ സജിനക്കും ഷാനിക്കും എടുത്തു വെച്ച പാല് ഇവളെടുത്ത് കുടിച്ചു. ഇവൾക്ക് ഞാൻ ആദ്യമേ ഒരു ഗ്ലാസ് പാല് കൊടുത്തതാ. എന്തൊരു ആക്രാന്തമാണ്. മുംതാസ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടും നൂറ അതിനെ എതിർക്കാൻ പോയില്ല. അവൾ തല താഴ്ത്തി നിന്നു. അവൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അവൾക്ക് കൊടുക്കുന്നത് തന്നെ വേണ്ട എന്ന് പറയാറാണല്ലോ പതിവ്. നിങ്ങൾക്കല്ലെങ്കിലും അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രമല്ലേ സമയമുള്ളൂ. എന്റെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളല്ലേ. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? മുംതാസിന്റെ അടുത്ത് നിന്നും ആദ്യമായാണ് അത്തരമൊരു സംസാരം അവർ കേൾക്കുന്നത്. ഖദീജ ഒരു നിമിഷം പകച്ചുപോയി. എനിക്ക് ഇവരും അവളും ഒക്കെ ഒരുപോലെ തന്നെയാ. എല്ലാം ഞാൻ പ്രസവിച്ച എന്റെ മക്കളുടെ കുട്ടികൾ തന്നെയല്ലേ. പക്ഷെ എന്റെ കുട്ടി ചെറുപ്പം മുതൽ കഷ്ടപ്പാടിൽ വളർന്നതാ. ജനിച്ച അന്നു മുതൽ അതിന് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവളെ കൂടുതൽ പരിഗണിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ മക്കളെ പോലെ തന്നെ ഇവളെയും കാണണം. അവരാരെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരെ നീ ഇങ്ങനെ ചോദ്യം ചെയ്യോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എന്തിനാ ഇങ്ങനെ കണക്ക് പറയുന്നത്? നൂറയോടുള്ള മുഴുവൻ സ്നേഹവും അവരുടെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. അവരുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ നിൽക്കാതെ മുംതാസ് മുറിയിലേക്ക് പോയി കതക് ഉറക്കെ അടച്ചു. നൂറ കാരണം അവർ തമ്മിൽ ഒരു സംസാരമുണ്ടായത് അവൾക്ക് സങ്കടമുണ്ടാക്കി. ഉമ്മാമ്മ എന്തിനാ അമ്മായിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നെ ആരും സ്നേഹിക്കുകയും വേണ്ട, പരിഗണിക്കുകയും ഒന്നും വേണ്ട. ചെറുപ്പത്തിൽ എനിക്ക് അതൊന്നും കിട്ടി ശീലമില്ല. ഉപ്പാന്റെ ഉപദ്രവങ്ങൾക്കിടയിൽ ഉമ്മാക്ക് പോലും എന്നെ താലോലിക്കാനും സ്നേഹിക്കാനും സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഞാൻ കാരണം ആരും വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്നുള്ളൂ ഞാൻ. ഒരു 12 വയസ്സുകാരിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞത് എന്ന് ഖദീജ അതിശയത്തോടെ ചിന്തിച്ചു. തുടരും.